മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ബാലരാമപുരത്തുണ്ടായ 2 വയസ്സുകാരിയുടെ കൊലപാതകം ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ കണ്ടത്. കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിൽ മന്ത്രവാദവും ആഭിചാരവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഉയർന്നു വരികയാണ്. കുടുംബത്തിന് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന കാര്യം ഇന്നലെ മുതൽ വ്യക്തമാണ്. അതിനാൽ അന്ധവിശ്വാസം കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവുമായി മതപരമായ വിഷയങ്ങളിൽ ഉള്ള ബന്ധത്തിന്റെയും ദേവിദാസൻ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീതുവിന്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. സ്ഥലം വാങ്ങാനായി 30 ലക്ഷം രൂപ ദേവിദാസന് നൽകിയെന്നും ഇയാൾ പറ്റിച്ചുവെന്നുമാണ് ശ്രീതുവിന്റെ മൊഴി. ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു ശംഖുമുഖം ദേവിദാസൻ. പിന്നീട് ഘാതികൻ SP കുമാറായി മാറിയ ഇയാൾ മുട്ടക്കച്ചവടം അടക്കം പല ജോലികൾ ചെയ്ത് ഒടുവിൽ ദേവിദാസൻ എന്ന് പേര് മാറ്റി മന്ത്രവാദിയായി. മുട്ടസ്വാമി എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നു. ശ്രീതു ഇയാളുടെ സഹായിയായി പോയിരുന്നു. ദേവിദാസൻ ശ്രീതുവിന്റെ ഗുരുവാണെന്നാണ് പറയപ്പെടുന്നത്. ശ്രീതു മുടി മുറിച്ചതിലടക്കം ദേവിദാസന്റെ സ്വാധീനമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഹരികുമാറിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂജ നടത്താനായി ദേവിദാസൻ വീട്ടിലെത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു കുട്ടിയുടെ അമ്മാവനായ ഹരികുമാർ. ദേവേന്ദുവിനെ കാണാതായ സമയത്ത് ഹരികുമാറിന്റെ മുറിക്കുള്ളിൽ തീ കത്തിച്ചതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. ശ്രീതുവിനെതിരെ ഭർത്താവും ഭർത്തൃപിതാവും മൊഴി നൽകിയിട്ടുണ്ട്. ശ്രീതു തന്നെ അനുസരിക്കാറില്ലെന്നും കൊലപാതകത്തിൽ ശ്രീതുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ഭർത്താവ് ശ്രീജിത്ത് പറഞ്ഞു. ശ്രീതു സ്ഥിരമായി കള്ളം പറഞ്ഞിരുന്നതായി അയൽവാസികളും പറഞ്ഞു. അതേസമയം ഹരികുമാർ സഹോദരി ശ്രീതുവുമായി വഴിവിട്ട ബന്ധങ്ങൾക്ക് ശ്രമിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നടക്കാത്തതിലുള്ള വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഹരികുമാറിന്റെ മൊഴി. കൊലപാതകം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രതി ശ്രമിച്ചു. പിടിക്കപ്പെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഹരികുമാർ ശ്രമിച്ചിരുന്നു. ശ്രീതുവും സഹോദരൻ ഹരികുമാറും നിഗൂഢമായ മനസ്സുള്ളവരാണെന്ന് പോലീസ് പറയുന്നത്. വിശ്വസിക്കാൻ പ്രയാസമുള്ള രീതിയിലാണ് ഇവർ മൊഴി നൽകുന്നത്. രാത്രി തൊട്ടടുത്ത മുറികളിൽ കഴിയുമ്പോഴും ഇവർ തമ്മിൽ വീഡിയോ ചാറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ശ്രീതുവിന്റെയും ഹരികുമാറിന്റെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. 2 പേരും തമ്മിലുള്ള ചാറ്റുകൾ വീണ്ടെടുക്കുന്നതിനാണ് പരിശോധന. കൊലപാതകത്തിന്റെ തലേ ദിവസമുള്ള മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിരുന്നു. നിലവിൽ പൂജപ്പുര വനിതാ മന്ദിരത്തിലാണ് ശ്രീതു ഉള്ളത്. കൂട്ടിക്കൊണ്ടുപോകാൻ ആരും എത്താത്തതിനാലാണ് വനിതാ മന്ദിരത്തിലേക്ക് മാറ്റിയത്. അതേസമയം കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കുറ്റം ചെയ്തെന്ന് പ്രതി സമ്മതിച്ചെങ്കിലും അതിന്റെ കാരണം പ്രതി മാറ്റി പറയുന്നതിനാൽ പോലീസ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. വ്യാഴാഴ്ച രാവിലെയാണ് കുട്ടിയെ കാണാനില്ലെന്ന പരാതി ലഭിക്കുന്നത്. ഇതിനിടയിലാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത്. തിരുവനന്തപുരം കോട്ടുകാൽ സ്വദേശികളായ ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന 2 വയസ്സുകാരിയാണ് മരണപ്പെട്ടത്.